ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ജൂൺ 1 തൊഴിൽ വാർത്തയിൽ വന്ന കറന്റ് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. അഡിറ്റീവ് മാനുഫാക്ചറിംഗ് സാങ്കേതിക വിദ്യയിലൂടെ ISRO വികസിപ്പിച്ച 3D പ്രിന്റ് റോക്കറ്റ് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ചു. മെയ് 9 പരീക്ഷണം. 665 സെക്കൻഡ് ദൈർഘ്യത്തിൽ ലിക്വിഡ് റോക്കറ്റ് എഞ്ചിൻ ജ്വലിപ്പിച്ചു. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെ മുകൾ ഘട്ടത്തിലെ PS4 എഞ്ചിനാണ് AM സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചത്. ഇത്തരം സാങ്കേതിക വിദ്യയിലൂടെ ഒരു എഞ്ചിൻ ഉപയോഗിക്കാവുന്ന അസംസ്കൃത വസ്തുക്കളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. കേന്ദ്ര സർക്കാരിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് ഏജൻസിയായ പ്രസാർ ഭാരതി ഓവർ ദി ടോപ്പ് സേവനം ആരംഭിക്കാൻ ഒരുങ്ങുന്നു. ഓഗസ്റ്റിലാണ് OTT സേവനങ്ങൾ പ്രേക്ഷകർക്കായി പ്രവർത്തനം ആരംഭിക്കുക. തുടക്കത്തിൽ 1 വർഷത്തെ സൗജന്യ സേവനം ലഭിക്കും. 2023 OTT പ്ലാറ്റ്ഫോമിനായുള്ള പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നത്. 20 വർഷത്തിനിടയിലെ ശക്തമായ സൗരക്കൊടുങ്കാറ്റ് മെയ് 9 ഭൂമിയിൽ വീശി. സൂര്യന്റെ അന്തരീക്ഷത്തിൽ രൂപപ്പെടുന്ന സൗരജ്വാലകളാണ് സൗരക്കൊടുങ്കാറ്റ് എന്ന പ്രതിഭാസത്തിന് കാരണമാവുന്നത്. AR3663 എന്ന സൺസ്പോട്ടിലാണ് സൗരജ്വാല രൂപപ്പെട്ടത്. ഭൂമിയേക്കാൾ 10 ഇരട്ടി വലുപ്പം ഇതിന് കണക്കാക്കുന്നു. ഭൂമിയിൽ 60 മുതൽ 90 വരെ മിനിറ്റ് ഈ പ്രതിഭാസത്തിന്റെ സ്വാധീനമുണ്ടായിരുന്നു. സൗരക്കൊടുങ്കാറ്റിന്റെ പ്രഭാവത്താൽ ഭൂമിയുടെ ബാഹ്യ അന്തരീക്ഷം ചൂടാവുകയും കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും GPS മൊബൈൽ സിസ്റ്റങ്ങളുടെ സിഗ്നലുകളുടെയും പ്രവർത്തനം ചിലപ്പോൾ തകരാറിലാവുകയും ചെയ്യാറുണ്ട്. സൗരക്കൊടുങ്കാറ്റുകളുടെ ഫലമായി വടക്കൻ യൂറോപ്പിലും ഓസ്ട്രേലിയയിലും അറോറ എന്ന പ്രതിഭാസം ദൃശ്യമായിരുന്നു. മെഡിക്കൽ സേവനങ്ങൾക്കായുള്ള ലോകത്തിലെ ആദ്യത്തെ എയർലിഫ്റ്റഡ് പോർട്ടബിൾ ആശുപത്രിയായ ആരോഗ്യ മൈത്രി ക്യൂബ് വ്യോമസേന വിജയകരമായി പരീക്ഷിച്ചു. ഭീഷ്മ ഭാരത് ഹെൽത്ത് ഇനീഷ്യേറ്റീവ് പദ്ധതിക്ക് കീഴിലാണ് ആരോഗ്യ മൈത്രി ക്യൂബ്സ് നിർമ്മിച്ചത്. ആഗ്രയിലെ മാൽപൂര ഡ്രോപ്പിംഗ് സോണിലാണ് പരീക്ഷണം നടന്നത്. ആഗ്ര ആസ്ഥാനമായുള്ള എയർ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് രൂപകൽപ്പന ചെയ്ത 2 പാരച്യൂട്ടുകൾ ഉപയോഗിച്ചാണ് 720 കിലോഗ്രാം ഭാരമുള്ള പോർട്ടബിൾ ആശുപത്രിയെ 1500 അടി ഉയരത്തിൽ നിന്ന് എയർഡ്രോപ്പ് ചെയ്തത്. എയർഡ്രോപ്പ് പൂർത്തിയായി 12 മിനിറ്റിനുള്ളിൽ ആശുപത്രി സജ്ജമായി. ഒരേ സമയം 200 രോഗികളെ ചികിത്സിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. ജൂൺ 2 വാരം മുതൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് E-സ്റ്റാമ്പ് നിർബന്ധമാക്കും. രജിസ്ട്രേഷൻ വകുപ്പിന്റെ പേൾ പോർട്ടലിലൂടെ അംഗീകൃത വെണ്ടർമാർ വഴിയാവും പുതിയ ഇടപാടുകൾ. E-സ്റ്റാമ്പിലേക്ക് മാറുന്നതിന്റെ ഭാഗമായി മുദ്രപത്രങ്ങളുടെ അച്ചടി നിർത്താനും സർക്കാർ തീരുമാനിച്ചു. 2025 സമ്പൂർണ്ണ E-സ്റ്റാമ്പ് സംസ്ഥാനമായി മാറുന്നതിന്റെ ഭാഗമായാണ് പരിഷ്കരണം. ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടിപർപ്പസ് ഗ്രീൻ ഹൈഡ്രജൻ പ്രോജക്റ്റ് ഹിമാചൽ പ്രദേശിലെ ജക്രയിലുള്ള നാദബ് ജക്രി ജലവൈദ്യുത നിലയത്തിൽ ഉദ്ഘാടനം ചെയ്തു. സത്ലജ് ജൽ വിദ്യുത് നിഗമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. SJV എന്നതിന്റെ സോളാർ പവർ പ്ലാന്റിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ച് ആൽക്കലൈൻ ഇലക്ട്രോ ലേസറിന്റെ സഹായത്തോടെ ജലത്തിൽ നിന്ന് ഹൈഡ്രജനും ഓക്സിജനും വിഘടിപ്പിച്ചാണ് ഹൈഡ്രജൻ വാതകം ഉൽപ്പാദിപ്പിക്കുക. പ്രതിദിനം 14 കിലോഗ്രാം ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. 2024 മാർച്ച് 11 വിജ്ഞാപനം ചെയ്ത പൗരത്വ നിയമ ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി.
ആദ്യഘട്ടത്തിൽ 14 പേർക്കാണ് പൗരത്വം നൽകിയത്. ഇന്ത്യൻ പൗരത്വത്തിന് അർഹരായ വ്യക്തികളുടെ അപേക്ഷ സ്വീകരിക്കാൻ ജില്ലാ പോസ്റ്റൽ സൂപ്രണ്ട് ചെയർമാനായ ജില്ലാ കമ്മിറ്റിയെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അപേക്ഷയുടെ സൂക്ഷ്മ പരിശോധനയ്ക്കായി സംസ്ഥാന തലത്തിൽ സെൻസസ് ഡയറക്ടർ അധ്യക്ഷനായ കമ്മിറ്റിക്കാണ് ചുമതല. ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര സർക്കാർ പൗരത്വം അനുവദിക്കുന്നത്. മാലിദ്വീപിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ സൈനികരെല്ലാം മടങ്ങി. മെയ് 10 മുൻപ് ഇന്ത്യൻ സൈനികരെല്ലാം മടങ്ങണമെന്ന മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണ് മടക്കം. 89 ഇന്ത്യൻ സൈനികരാണ് ദ്വീപിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യ മാലിദ്വീപിന് നൽകിയ ഡോണിയർ വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും പരിപാലനമായിരുന്നു സൈനികരുടെ ദൗത്യം. ഇറാനിലെ തന്ത്രപ്രധാന മേഖലയിലുള്ള തുറമുഖമായ ചബഹാർ ഷാഹിദ് ബേഷ്തി തുറമുഖത്തിന്റെ നടത്തിപ്പു ചുമതല ഇന്ത്യ ഏറ്റെടുത്തു. 10 വർഷത്തേക്കാണ് കരാർ. ഇതാദ്യമായാണ് ഒരു വിദേശ തുറമുഖത്തിന്റെ ചുമതല ഇന്ത്യ ഏറ്റെടുക്കുന്നത്. ഇന്ത്യ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡും ഇറാനിലെ പോർട്ട് ആൻഡ് മാരിടൈം ഓർഗനൈസേഷനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഇറാനും അടങ്ങുന്ന ത്രികക്ഷി വ്യാപാരത്തിനും വാണിജ്യത്തിനും തുറമുഖം സഹായകരമാവും. അറബിക്കടലിലെ ചൈനയുടെ സാന്നിധ്യത്തെ നേരിടാൻ ഇതിലൂടെ സാധിക്കും. പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ചൈനയ്ക്കാണ്. നിലവിൽ ചബഹാർ തുറമുഖത്തു നിന്ന് 72 കിലോമീറ്റർ അകലെയാണ് ഗ്വാദർ തുറമുഖം. ഹോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ റോജർ വില്യം കോർമാൻ അന്തരിച്ചു. 2009 സമഗ്ര സംഭാവനയ്ക്കുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചു. 1954 പുറത്തിറങ്ങിയ ഹൈവേ ഡ്രാഗ്നെറ്റ് ആണ് ആദ്യ ചിത്രം. നിരവധി ഹോളിവുഡ് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പഞ്ചാബി കവിയും എഴുത്തുകാരനുമായ സുർജിത് പടാർ അന്തരിച്ചു. ഹവാ വിച്ച് ലിഖി ഹാർഫ്, ലഫ്സാന്തി ദർഗ തുടങ്ങിയ പ്രശസ്തമായ കവിതകൾ രചിച്ചിട്ടുണ്ട്. ഗിരീഷ് കർണാടിന്റെ നാഗമണ്ഡല നാടകം, പാബ്ലോ നരൂദയുടെ കവിതകൾ എന്നിവ പഞ്ചാബിയിലേക്ക് വിവർത്തനം ചെയ്തു. 2012 പത്മശ്രീ ലഭിച്ചു. കനേഡിയൻ സാഹിത്യകാരി ആലിസ് മൺറോ അന്തരിച്ചു. 2009 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരവും 2013 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനവും നേടിയിട്ടുണ്ട്. കാനഡയുടെ ചെക്കോവ് എന്നാണ് വിളിപ്പേര്. 1950 പ്രസിദ്ധീകരിച്ച ദ ഡൈമെൻഷൻ ഓഫ് ഷാഡോയാണ് ആദ്യ കഥ. ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം. ഉത്തരം നീരജ് ചോപ്ര. UAEയുടെ ഗോൾഡൻ വിസയ്ക്ക് സമ്മാനമായി ഗെയിമിംഗ് വിസ അവതരിപ്പിച്ച രാജ്യം. ഉത്തരം ദുബായ്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ചെയർമാനായി നിയമിതനായത്. ഉത്തരം സന്തോഷ് കുമാർ യാദവ്. ലോകത്താദ്യമായി സ്കിൻ ക്യാൻസറിനെതിരെ വാക്സിൻ പരീക്ഷിച്ച രാജ്യം. ഉത്തരം ബ്രിട്ടൻ. 2024 നടക്കുന്ന 50ാമത് G7 ഉച്ചകോടിയുടെ വേദി. ഉത്തരം ഇറ്റലി. അടുത്തിടെ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം. ഉത്തരം മൗണ്ട് അബു. ഇതോടെ 2024 ജൂൺ 1 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.